ഉച്ചവരെ സംസ്ഥാനം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനെ മുൾമുനയിൽ ധർമ്മടം പോലൊരു പാർട്ടി ഗ്രാമത്തിൽ ഒരു പയ്യനെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ വാർത്ത. ഈ മുഖ്യനായ ശേഷമാണ് കാറുകൾക്ക് സ്പീഡ് കൂടിയത്, മറ്റു പലതിനും സ്പീഡ് എടുത്തത്. ഇതൊരു രോഗലക്ഷണമാണ് എന്ന് ഒരു പാർട്ടി അഭിമാനിയായ പാർട്ടി പ്രവർത്തകൻ ഞാൻ പറയുന്നു. എസ് ബാബു എന്ന് പറയുന്ന പയ്യൻ്റെ മുന്നിൽ സ്റ്റാലിൻ തോറ്റതും താങ്കൾ 19,000 അല്ലെങ്കിൽ 19,247 വോട്ടിന് ജയിച്ചതിന് ഞാൻ രണ്ടും തോൽവിയായി കാണും. കാരണം കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുഖ്യമന്ത്രിയാണ്. താത്വികമായ ഒരു അവലോകനവും ഈ ജയിച്ചതിനെ പറ്റി നടത്തണ്ട. അതിൻ്റെ കൂടെ എനിക്കൊന്ന് പറയാനുള്ളത്, ശവത്തിക്കുത്തുകയാണ് അല്ലെങ്കിൽ ഇരട്ട ചങ്കുണ്ടെങ്കിൽ താങ്കൾ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിജയം രാജിവെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF ഭരണത്തിൽ വന്നിരിക്കുകയാണ്. LDF സർക്കാർ കടമൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വിജയം UDF നേടുകയും എന്നാൽ 10 കൊല്ലം ഭരിച്ചതിന് ശേഷം LDFന് നല്ലൊരു അടിയും കിട്ടിയിരിക്കുകയാണ്. അത്തരത്തിലാണ് പരാജയം. അത് കറക്റ്റ്. നേരെ മറിച്ച് ഇപ്പോൾ UDF ആണ് 10 കൊല്ലമായിട്ട് ഭരിക്കുന്നെങ്കിലും LDFന് ഇങ്ങനൊരു ചാൻസ് ആയിരിക്കും വരിക. അത് തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കാം അവസ്ഥ എന്നുള്ളതാണ്. ചിലടത്ത് കുറച്ചുകൂടെ ഡ്യൂറേഷൻ കിട്ടും, അത്രയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പം എന്തായിരുന്നാലും ഈ ഒരു മന്ത്രിസഭയിൽ ഈ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ കൂടിയായ ശാന്തിയുടെ ദിനേശൻ പറയുന്ന ഒരു വീഡിയോ കണ്ട് അത് ഇവിടെ വെക്കുകയാണ്. ആദ്യത്തെ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ നല്ല കോവിഡ് സമയത്തെ ആ ഒരു പ്രചരണവും മറ്റു കാര്യങ്ങളും അതിനെ നേരിട്ട സംഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം നല്ലൊരു രീതിയിലേക്കാണ് തുടർ ഭരണം കിട്ടിയത്. എന്നാൽ ഇപ്പം ഈ തുടർന്നുള്ള ഒരു 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ പോസിറ്റീവ് മൊത്തം നെഗറ്റീവിലൊക്കെ ഈ ഒരു അവസാന ഒരു സമയം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആരോപണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ വരികയും അതൊരു നെഗറ്റീവായിട്ട് പാർട്ടിയെ നല്ല രീതിയിൽ ബാധിച്ചു. എന്നാൽ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കിടയിൽ ഒരുപാട് പാർട്ടിയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ ഒരു കേസ് ഇട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു തരത്തിലേക്ക് വോട്ട് ചോർന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും അപ്പൊ ഇടതുപക്ഷ സഹായത്രനായ ഈ ശാന്തിയുടെ ദിനേശേട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കേസ് ഇട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു വീഡിയോ കാണാം, അതിനുശേഷം സംസാരിക്കാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഒരു സുനാമി പോലെ അല്ലെങ്കിൽ ഒരു കോവിഡ് പോലെ ആഞ്ഞു വീശിയ തരംഗത്തിൽ കേരളത്തിൽ 10 വർഷമായി അധികാരം കൈയാളിയ എൻ്റെ പാർട്ടി നിലംപരിശായി എന്നുള്ളതിനപ്പുറം വേറൊരു വാക്കുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഉച്ചവരെ സംസ്ഥാനം 10 വർഷം ഭരിച്ച പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനെ മുൾമുനയിൽ ധർമ്മടം പോലൊരു പാർട്ടി ഗ്രാമത്തിൽ ഒരു പയ്യനെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ വാർത്ത. അത് കാണാൻ വയ്യാതെ ഞാൻ TV ഓഫാക്കി എണീറ്റ് പോയി. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് ഞാൻ വിചാരിച്ചത്. AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ പേരിലുള്ള ഒരു ഇന്നോവ കാർ 18 തവണ നിയമം തെറ്റിച്ച് കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലയിലൂടെയും ഓടിയത് കേസെടുത്തിരിക്കുന്നു ട്രാഫിക് പോലീസ്. ഗോവിന്ദ മാസ്റ്റർക്ക് എന്താ ഇത്ര ധൃതി? വായുഗുളിക വാങ്ങാൻ ഓടി നിയമം തെറ്റിച്ചതാവുമോ? ഒരു പാർട്ടി സെക്രട്ടറിയാണേ. അപ്പോൾ ഇതൊക്കെയാണ് ജനം കാണുന്നത് തന്നെ. 18 കേസാണ്, വയലേഷനാണ്, നിയമം തെറ്റിച്ചതിൻ്റെ വയലേഷനിലാണ് AKG സെൻറ്ററിലെ കാറിനെ ട്രാഫിക് പോലീസ് പെടുത്തിയിരിക്കുന്നത്. ഇവിടെ EK നായനാരും VS അച്യുതാനന്ദനും ചടയം ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും എന്തിനും പിണറായി പോലും പാർട്ടി സെക്രട്ടറിയായി ഇരുന്നിട്ടുണ്ട്. അംബാസഡർ കാറിലും ഇന്നോവയിലും യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇത്തരം പരാതികൾ മാതൃഭൂമി പറഞ്ഞ പോലെ വേറെ ആരും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. പതുക്കെ പോയാൽ മതിയെന്ന് ഗോവിന്ദൻ പറഞ്ഞാൽ കേൾക്കാത്ത ഡ്രൈവറാണോ AKG സെൻറ്ററിലെ ഡ്രൈവർ? പിരിച്ചുവിടണം അയാളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തോറ്റു തുപ്പിയിട്ട വാർത്തയൊക്കെ കേട്ട് പത്നി സമേതനായി തലസ്ഥാനത്ത് വന്നിറങ്ങിയ പിണറായി രാജിവെച്ചിട്ടില്ല എങ്കിലും സ്റ്റേറ്റ് കാർ ഉപേക്ഷിച്ച് ഈ പറഞ്ഞ വയലേഷൻ നടത്തുന്ന ഡ്രൈവർ ഓടിച്ച കാറിലാണത്ര ഇന്നലെ AKG സെൻറ്ററിലേക്ക് പോയത്. ഇതൊക്കെ ഓരോ അസുഖങ്ങളുടെ സൂചനയാണ് എന്ന് ഞാൻ പറയും. മുൻപൊരു കോൺഗ്രസ് അതിവേഗ മുഖ്യൻ റോഡിലൂടെ പോകുമ്പോൾ പൈലറ്റായി വരുന്ന ചക്കട ജീപ്പിലിരുന്ന് SI MMR അലറുമായിരുന്നു, മാറി നിലടാ ഡേഷ് മോനെ എന്ന്. മറ്റേ ഡേഷ് മോൻ വരുന്നു, ചാവണ്ടെങ്കിൽ മാറിക്കോ എന്നായിരുന്നു ഒരു കാലത്ത്. ഈ ഒരിക്കലും ഒരു നല്ല അംബാസഡർക്കാരൻ്റെ കൂടെ എത്താൻ കഴിയും ഒരു ചക്കട വണ്ടിയോ അല്ലാത്ത ജീപ്പിന്. കടത്താൻ എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ സൈഡിൽ ഇരുന്നാണ് SI പറയണേ. മാറി നിലടാ ഡേഷ് മോനെ, മറ്റേ ഡേഷ് മോൻ വരുന്നു, ചാവണ്ടെങ്കിൽ മാറിക്കോ എന്നാണ് പറഞ്ഞിരുന്നത്. പിണറായി മുഖ്യനായ ശേഷമാണ് കാറുകൾക്ക് സ്പീഡ് കൂടിയത്, മറ്റു പലതിനും സ്പീഡ് എടുത്തത്. ഇതൊരു രോഗലക്ഷണമാണ് എന്ന് ഒരു പാർട്ടി അഭിമാനിയായ പാർട്ടി പ്രവർത്തകൻ ഞാൻ പറയുന്നു. JRD ടാറ്റയും ബിർളയും ഒന്നും സഞ്ചരിക്കുമ്പോൾ AK-47 പിടിച്ച ചട്ടമ്പിമാർ സുരക്ഷയ്ക്കായി ഇല്ലായിരുന്നു. അംബാനിയും അദാനിയും ഒക്കെ വന്ന ശേഷമാണ് AK-47 പിടിച്ച കിങ്കരന്മാർ കൂടെ നടക്കുന്നത്. AK-47 പിടിച്ച സുരക്ഷയ്ക്ക് നടന്നവനാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നെഞ്ചത്തേക്ക് ബുള്ളറ്റ് പതിപ്പിച്ചത് എന്നുള്ള ബോധം ഈ കാക്കിട്ടവന്മാരെ കൊണ്ട് നടക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയും. 2-3 മാസം മുമ്പ് നമ്മുടെ ട്രംപ് പ്രസംഗിക്കാൻ പോഡിയത്തിനടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ
പിറകെ നടന്നു വന്ന ഒരുത്തൻ പെട്ടെന്ന് ഈ മണ്ടൻ്റെ തലയിലിട്ട് ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു. ആടാ എൻ്റെ തലയിലടിച്ച് ആടാ എന്ന് പറഞ്ഞ് ട്രംപ് അവിടെ നടന്നു പോകുന്നത്. സത്യത്തിൽ അപ്പോൾ എനിക്ക് തോന്നി ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പൊട്ടനാണോ, അയാളെ തലയിലടിച്ചിട്ടങ്ങ് പോയി. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ലടാ എന്നുള്ള രീതിയിലായി. ശ്രീലങ്കയിൽ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതിനിടയിലാണല്ലോ ഒരു ശ്രീലങ്കൻ പട്ടാളക്കാരൻ തോക്ക് വീശി പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ തലക്കടിച്ചതും തലനാരിഴയ്ക്ക് രാജീവ് ഗാന്ധി അടികൊള്ളാതെ രക്ഷപ്പെട്ടതും. ഒരുത്തൻ തുനഞ്ഞിറങ്ങിയാൽ എല്ലാം തീരുമെന്ന് ഈ അധികാരത്തിൽ കയറുന്നവർ, ഇനി അധികാരത്തിൽ കയറുന്നവർ അടക്കം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അക്കാഡമിയുടെ കാറും ഫ്ലാറ്റും പെണ്ണുപിടിക്കാൻ ഉപയോഗിച്ചതോടെ 5 വർഷവും 5 മാസവും ഈ പെണ്ണുപിടിയനെ ആ സീറ്റിലിരുത്തിയ സർക്കാരായിരുന്നു എൻ്റെ പാർട്ടി. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞ് പിന്നെ ഇരുത്തി ഒരു 5 മാസം കൂടെ. പെണ്ണുപിടിയനല്ലടാ നീ ഇരുന്നോ, ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാരാണ്, പെണ്ണുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, പക്ഷേ നിനക്ക് ഞങ്ങൾ സപ്പോർട്ടുണ്ട്, കാരണം നീ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവനാണ്. തോറ്റു തുന്നം പാടിയ ശേഷം കണ്ണൂരിൽ നിന്നും വിമാനത്തിൽ തലസ്ഥാനത്ത് വന്നിറങ്ങിയ എൻ്റെ മുഖ്യമന്ത്രി പോലീസുകാരുടെ പടയില്ലാതെ സ്റ്റേറ്റ് കാറിൽ കയറാതെ AKE സെൻറ്ററിൽ നിന്നും വന്ന കാറിൽ കയറി പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. മറ്റേ നേരത്തെ പറഞ്ഞില്ലേ 18 കേസുള്ള കാറിൽ കയറി പോണ കാഴ്ച ഞാൻ കണ്ടു. 6-7 വർഷം മുമ്പ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് വലിയ വൈറലായിരുന്നു, ഇദ്ദേഹം ഈ പോലീസുകാരുമായി പറക്കുന്നതിനെക്കുറിച്ച്. TP സെൻകുമാറൊക്കെ ഞാൻ പറഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് അർമാദിച്ചു. ഞാനതിൽ പറഞ്ഞിരുന്നു, കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു തരി മണ്ണ് താങ്കളുടെ ദേഹത്ത് ഒരുത്തരം വീഴ്ത്താതെ താങ്കളെ സംരക്ഷിക്കാൻ ഞാനടക്കമുള്ള ലക്ഷക്കണക്കിന് സഖാക്കളുള്ളപ്പോൾ താങ്കൾ ഈ കാക്കിയിട്ടവന്മാരുമായി വിലസരുത് എന്നും, EMSും നയനാരും PKVയും BSും കാണിച്ച മാതൃക ഇവിടെയുണ്ട്, നിങ്ങളത് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അത് കേട്ടില്ല. പരാജയം ആയത് കാരണം കൊണ്ടല്ല എങ്കിലും അതും കാണണം പരാജയ കാരണമായി എന്ന് പറയും. ഓരോ കാരണങ്ങളും പിണറായി പഠിക്കണം. ഇന്നത്തെ വിശ്വാസമില്ലാത്ത നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ജനത്തിന് വിശ്വാസമില്ലാതായത് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ എനിക്കൊന്ന് പറയാനുള്ളത്, ശവത്തി കുത്തുകയാണെന്ന് വിചാരിക്കരുത്. ആത്മാഭിമാനം അല്ലെങ്കിൽ ഇരട്ട ചങ്കുണ്ടെങ്കിൽ ഒരു സാധാ പയ്യൻ വോട്ടെണ്ണലിൻ്റെ 6 റൗണ്ടിൽ താങ്കളെ ഉച്ചവരെ നാണം കെടുത്തിയത് ഓർക്കുമെങ്കിൽ താങ്കൾ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വിജയം രാജിവെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. PBയിലെ മുതിർന്ന മെമ്പറായ താൻ എന്നും പാർട്ടി പറയുന്നതേ അനുസരിക്കൂ, പാർട്ടി പറയാതെ രാജിയില്ല എന്നൊക്കെ താങ്കൾക്കോ താങ്കളുടെ പിണിയാണുകൾക്കോ വാദിക്കാം. പക്ഷേ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് മഹാഭാരത യുദ്ധം ജയിച്ചത് എന്നുള്ള ബോധം പിണറായി വിജയൻ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉച്ചനേരം വരെ താങ്കളെ ഒരു പയ്യൻ പാർട്ടി ഗ്രാമത്തിൽ വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ എസ് ബാബു എന്ന് പറയുന്ന പയ്യൻ്റെ മുന്നിൽ സ്റ്റാലിൻ തോറ്റതും താങ്കൾ 19,000 അല്ലെങ്കിൽ 19,247 വോട്ടിന് ജയിച്ചതിന് ഞാൻ രണ്ടും തോൽവിയായി കാണും. കാരണം കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മുഖ്യമന്ത്രിയാണ്. താത്വികമായ ഒരു അവലോകനവും ഈ ജയിച്ചതിനെ പറ്റി നടത്തണ്ട. നാണം കെട്ട വിജയമായി പോയി താങ്കളുടേത് എന്ന് ഞാൻ പറയും. ഈ വീഡിയോ ഒക്കെ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വിജയ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന ഒരു നമ്മുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കൈക്കൊണ്ടത്. അദ്ദേഹം അതിൽ വിജയിച്ചു എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹം ഇപ്പം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ LDFൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ പോലും ഇപ്പം മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലായി പോയി ഈ പാർട്ടിയുടെ ഒരു നിലപാടും പോക്കും ഒക്കെ. അതുകൊണ്ടാണ് ഈ ഒരു വലിയ പരാജയത്തിലേക്ക് പോയത് എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പിന്നെ അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 5 സീറ്റിന്റെ 10 സീറ്റിന്റെ ഒക്കെ ലീഡിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരിക്കാം, അങ്ങനെ ആയിരിക്കും. പക്ഷെ അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ ഇത്രയും കർശനമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന തരത്തിലുള്ള പല ഇൻസിഡൻസും ഈ ഒരു അവസാന 5 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാരണം തന്നെയാണ് LDFന് സംഭവിച്ചേക്കുന്ന ഈ പതനത്തിന് കാരണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നോക്കുവാണെങ്കിൽ വിജയെ ഒരു എതിരാളിയായിട്ട് സ്റ്റാലിൻ കണ്ടതുമില്ല, അത് സ്റ്റാലിന് ഒരടിയായി മാറുകയും ചെയ്തു. അപ്പൊ രണ്ടടിക്കയിലും രാഷ്ട്രീയം വ്യത്യാസമാണ്, രണ്ടടിക്കയിലെ രാഷ്ട്രീയ പ്രവർത്തനവും വ്യത്യാസമാണ്. എന്നിരുന്നാലും രണ്ടും വായിക്കുമ്പം എല്ലാം കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പൊ ജയിച്ചവരെല്ലാം നല്ല രീതിയിൽ ഭരിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ഭരണം കാണാമല്ലോ. പ്രത്യേകിച്ച് വിജയിക്ക് തമിഴ്നാട്ടിൽ എന്ത് കാണിക്കാനൊക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് എല്ലാവരും. അദ്ദേഹത്തിന് നല്ല രീതിയിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്നെ വർക്കൊക്കെ തുടങ്ങിയതാണ്. എന്നിരുന്നാൽ തന്നെ ഇത്തരത്തിൽ അദ്ദേഹം മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ കണ്ടറിയണം നമുക്ക്. എന്തായിരുന്നാലും എല്ലാവർക്കും നന്നായി ഭരിക്കാൻ പറ്റട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് താത്വികമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അതിനോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.